CPM BJP ഡീൽ ആരോപണം ആവർത്തിച്ച് കോൺഗ്രസ്. CPM-ഉം BJP-യും അവരുടെ പ്രവർത്തകരെ ചതിച്ചുവെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ഏറ്റവും വലിയ രാഷ്ട്രീയ അധാർമികതയ്ക്കാണ് CPM നേതൃത്വം കൊടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററായി മാറിയെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, CPM-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ അതിൽ കൃത്യമായി മനസ്സിലാകും പരസ്പരമായ അന്തർധാര, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തർധാരയുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്ററാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഫൈസൽ അസീസ് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ഫൈസൽ, ഇതിൽ കേന്ദ്രീകരിക്കാനാണോ UDF-ന്റെ തീരുമാനം, ഈ ഡീൽ അജണ്ട അതാക്കി മാറ്റാൻ? തീർച്ചയായും നിഷാദ്, അത് തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറയുന്നത്. അതായത് BJP CPM ഡീൽ ഉണ്ട് എന്ന് ആവർത്തിക്കുകയാണ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അതൊന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അതായത് അത് വെറുതെ ഉന്നയിച്ചതല്ല, അതായത് CPM BJP ഡീൽ എന്നത് വെറുതെ ഉന്നയിച്ചതല്ല. സ്ഥാനാർത്ഥിക പട്ടിക നോക്കിയാൽ തന്നെ അതിന്റെ അവർ തമ്മിലുള്ള അന്തർധാര നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കോംപ്രമൈസ്ഡ് ചീഫ് മിനിസ്റ്റർ ആയി എന്നും ഈ KC വേണുഗോപാൽ ആരോപിക്കുകയാണ്. അതുപോലെ മോദിയെക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ED പേടിച്ച് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ED പേടിച്ച് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്നും അദ്ദേഹം പറയുന്നു. BJP-യുടെയും CPM-ലെയും പാർട്ടി അണികളെ മോദിയും അതുപോലെ പിണറായി വിജയനും വഞ്ചിക്കുന്നു എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും ഇതൊന്നും പാർട്ടി അണികൾ അറിഞ്ഞായിരിക്കില്ല, ഇത്തരം ഡീലുകളൊന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇത് തന്നെയായിരിക്കും ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രചാരണായുധം. അതായത് BJP CPM ഡീൽ എല്ലാ മണ്ഡലത്തിലും ഉണ്ട് എന്ന് തന്നെയായിരിക്കും അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചാരണ ആരോപണം എന്ന് പറയുന്നത്. നിഷാദ്, ശരി, ഫൈസൽ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.